നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. GCC രാജ്യങ്ങൾ അമേരിക്കയെ പൂർണ്ണമായും കൈയൊഴിയുമ്പോൾ ഡോളറിൻ്റെ വിനിമയം പരിപൂർണമായി GCC രാജ്യങ്ങൾ അത് ചൈനീസ് ഒഫീഷ്യൽ കറൻസിയിലേക്കും മറ്റും കൺവേർട്ട് ചെയ്യുന്ന സാഹചര്യം വരുമ്പോൾ ചൈനയുമായുള്ള വ്യാപാര യുദ്ധം എന്നേക്കുമായി പൊട്ടിപ്പാളീസാകുമെന്ന മനസ്സിലാക്കലിൻ്റെ പേരിൽ അമേരിക്ക രണ്ടടി പിന്നോട്ട് വെച്ചതാണ്. അതല്ലാതെ അമേരിക്കയുടെ കുടിലതന്ത്രങ്ങൾ ഒന്നും തന്നെ ആർക്കും മനസ്സിലാവാഞ്ഞിട്ടല്ല. ഇറാൻ താൽക്കാലിക വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയത് താൽക്കാലിക സമാധാനത്തിനും ശാന്തിക്കും വേണ്ടിയൊന്നുമല്ല. അമേരിക്കയുടെ കുടിലതന്ത്രങ്ങൾ എന്തൊക്കെയാണ് എന്ന് വളരെ വ്യക്തമായി ചരിത്രപരമായി അറിവുള്ള വ്യക്തികൾ തന്നെയാണ് ഇറാനിലെ ഭരണാധികാരികളും ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് ഫോഴ്സും. മുജ്തബ ഖമേനി ആ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് കൃത്യമായിട്ട് വിശദമായി കാര്യങ്ങൾ ഇത്രയും ദിവസം പഠിക്കുക കൂടിയായിരുന്നു. 40 ദിവസം നീണ്ടുനിന്ന യുദ്ധ സാഹചര്യങ്ങളെക്കുറിച്ച് വിലയിരുത്തുമ്പോൾ അമേരിക്കയ്ക്കുണ്ടായ ആഘാതം, ഇസ്രയേലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അമേരിക്ക എന്തുകൊണ്ടാണ് ഇസ്രയേലിനെ പരിപൂർണമായി പിന്തുണയ്ക്കാത്തത് എന്നത് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയും. നോക്കൂ, ഇറാൻ എന്ന രാജ്യം, അവിടെ ഷിയ മുസ്ലിങ്ങളാണ് കൂടുതൽ. ആരോ ആയിക്കോട്ടെ, ഷിയ മുസ്ലിങ്ങളോ സുന്നികളോ ആയിക്കോട്ടെ, ലോകത്തെവിടെയെങ്കിലും മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും പരിക്ക് പറ്റിയെന്നറിഞ്ഞാൽ വലിയ രീതിയിൽ ആഹ്ലാദത്തിൻ്റെ അലയൊലികൾ തീർക്കുന്ന ചില സൈബർ ഗ്രൂപ്പുകളുണ്ട് നമ്മുടെ നാട്ടിലെ സോഷ്യൽ മീഡിയയിൽ. ഇവർക്ക് എന്താണ് ശരി എന്നുള്ളത് അറിയില്ല. ജിയോ പൊളിറ്റിക്സിനെ കുറിച്ച് ഒരു ചുക്കും ചുണ്ണാമ്പും അറിയില്ല. അവർക്ക് മുസ്ലിങ്ങൾ തകർന്നു കാണണം എന്നൊരൊറ്റ ആഗ്രഹം. വാസ്തവത്തിൽ ഇറാൻ അമേരിക്ക തമ്മിലുള്ള സംഘർഷം എത്രത്തോളം വലിയ വിനാശമാണ് സാധാരണക്കാരുടെ ജീവിതത്തിൽ പോലും ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് തന്നെ പാചകവാതകം ലഭ്യമാകുന്നതിൻ്റെ തോത് വളരെയധികം കുറഞ്ഞു വരുന്നു. ഹോട്ടലുകൾ നിരവധി അടയുന്നു, ടൂറിസം മേഖല സ്തംഭിക്കുന്നു, സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് രാജ്യം പോകുന്നു. ഇതിനെക്കുറിച്ചൊന്നും ആരും മനസ്സിലാക്കുന്നില്ല. ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഇപ്പോഴല്ല വരുന്നത്, പിന്നീടുള്ള സാമ്പത്തിക വർഷങ്ങളിലായിരിക്കും. നടപ്പ് സാമ്പത്തിക വർഷത്തെ വലിയ രീതിയിലുള്ള വീഴ്ച അല്ലെങ്കിൽ ധനക്കമ്മി ഉൾപ്പെടെ സാധാരണക്കാരൻ്റെ പേരിൽ നികുതിയായി, അധിക നികുതിയായി, ടാക്സായി കേന്ദ്ര സർക്കാർ ഈടാക്കുന്നത്. അപ്പോഴും ഇങ്ങനെ കുറേ വിഡ്ഢിക്കൂഷ്മാണ്ഡങ്ങൾ സോഷ്യൽ മീഡിയയിൽ കിടന്ന് മെഴുകിക്കൊണ്ടേയിരിക്കും. വാസ്തവത്തിൽ എന്താണ് സംഭവിച്ചത്? ഇറാൻ എന്ന രാജ്യം അവരുടെ എല്ലാ ഉപാധികളും മുന്നോട്ട് വെച്ചു അമേരിക്കൻ സാമ്രാജ്യത്തോട്. അമേരിക്ക ആദ്യം ഇറാനോട് പറഞ്ഞത് എന്താണ്? അൺകണ്ടീഷണൽ സറണ്ടർ എന്നാണെങ്കിൽ അൺകണ്ടീഷണൽ എന്ന വാക്ക് പോയിട്ട് ഇറാന്റെ ഉപാധികൾ അംഗീകരിക്കാതിരിക്കാൻ എന്തെങ്കിലും ഒരു ചെറു അഭിപ്രായം എതിർത്തുകൊണ്ട് പറയുകയോ ഒന്നും ചെയ്യാതെ സാഷ്ടാംഗം ഇറാന്റെ ഇപ്പോഴത്തെ നടപടിക്രമങ്ങൾ പരിപൂർണമായി അംഗീകരിച്ചു കൊടുത്തിരിക്കുന്നു. ഇതിലും വലിയ വിജയമുണ്ടോ? ഖാസിം സോലമേനിയുടെയും ഇറാനിലെ ആണവ ശാസ്ത്രജ്ഞരുടെയും ഏറ്റവും ഒടുവിൽ ആയത്തുള്ള അലി ഖമനേയിയുടെയും ജീവനെടുത്തപ്പോൾ ആഹ്ലാദിച്ച് നടന്നവർ ഇപ്പോൾ എവിടെ? ഖമേനി 1-2 വയസ്സ് ആയിരുന്നപ്പോൾ കൊല്ലപ്പെട്ട വ്യക്തിയല്ല. 88 വർഷങ്ങൾ അദ്ദേഹം പൗരോഹിത്യത്തിൻ്റെയും അതുപോലെ മതപരമായിട്ടുള്ളതും അതുപോലെ തന്നെ ഇറാന്റെ സമ്പൂർണ്ണ മേഖലയെക്കുറിച്ച് പഠിച്ച് ആ രാജ്യത്തിന് സംഭാവന ചെയ്യുകയും ചെയ്ത് ആ രാജ്യത്തിന് വേണ്ടി ജീവത്യാഗം വഹിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പുത്രൻ ഒരു രീതിയിലും തിരിച്ചടിക്കുന്ന അസ്ഥാനത്താകില്ല എന്ന് മനസ്സിലാക്കിയാണ് അമേരിക്ക ഇപ്പോൾ ഒടുവിൽ കീഴടങ്ങാൻ, ഒടുവിൽ നയതന്ത്രം വികസിപ്പിച്ചെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഒരു ഉഭയകക്ഷി ബന്ധവും ഇറാനെതിരെ ആകരുത് എന്ന ഇറാന്റെ ക്ലോസ്. അവിടെയുണ്ട് അമേരിക്കയുടെ ചതിപ്രയോഗങ്ങൾക്കെതിരെയുള്ള അതിശക്തമായ മറുപടി.